നിർമ്മാർജ്ജനവും ബോധവൽക്കരണവും നടക്കുന്ന ഈ ഒരു വേദിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇതിലേക്ക് ഒത്തുചേരുന്നതിന് വേണ്ടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് നിൽക്കുക. ജൂലൈ 3 അന്തർദേശീയ പ്ലാസ്റ്റിക് നിരോധന ദിനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ പ്രമുഖ സംഘടനയായ ട്രാക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ബോധവൽക്കരണവും നടത്തുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ട്രാക്കിന്റെ വർക്കിംഗ് പ്രസിഡന്റും ആറ്റിങ്ങൽ ജോയിന്റ് ആർടിഒയുമായ ശരത് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ട്രാക്കിന്റെ സെക്രട്ടറി ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശ്രീ ഷാനവാസ് സാറിനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ള ട്രാക്കിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ശരത് സാർ, ഇന്ന് ഈ ചടങ്ങിന് ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള കൊല്ലം സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീ സുൽഫിക്കർ സാർ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ വോളണ്ടിയേഴ്സ്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ട്രഷറർ, അങ്ങനെ ശ്രീ ആരിഫ് സാറ്, അതുപോലെ തന്നെ ഡോക്ടർ, അതുപോലെ ഓരോരുത്തരും ഇതിലേക്ക് എത്തിയിട്ടുള്ള ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അതുപോലെ ആയതുകൊണ്ട് ഇതൊരു വർക്കിംഗ് ടൈം ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. ബീച്ച് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഡസ്റ്റ്ബിന്നുകൾ, ഇവിടെ ആവശ്യം പോലെ ചുരുക്കത്തിൻ്റെയും മറ്റ് നഗരസഭയുടെയൊക്കെ വേസ്റ്റ് ബിന്നുകളുണ്ട്. അപ്പോൾ അതിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ള ഒരു 5 ബോർഡെങ്കിലും നമുക്കിവിടെ വെക്കാൻ സാധിച്ചാൽ ചിലരെങ്കിലും 100% അതിലേക്ക് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇവിടെ വൈകുന്നേരം കൂടുന്ന മറ്റ് ചെറുകിട ബിസിനസ് അവരോട് പറഞ്ഞ് നമ്മൾ അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 4-5 വർഷം കഴിയുമ്പോൾ പാർക്കിന്റെ സമർത്ഥരായ ചില കുട്ടികൾക്ക് ഇവിടെ വന്ന് ബീച്ച് പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയാൻ അല്ലെങ്കിൽ നമ്മളതിന്റെ പ്രവൃത്തി ക്ലാസ്സിൽ കൊണ്ടുവരാൻ കുറെ സമയം എടുക്കും. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ രാവിലെ ഇവിടെ കൂടി ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കൊല്ലം നിവാസികൾക്കും സമൂഹത്തിനും ഒക്കെ മാതൃകാപരമാണ്. ഏറ്റവും അടിയന്തരമായ ഒരു വിഷയത്തിലാണ് ട്രാക്കിന്റെ സജീവ ശ്രദ്ധ പതിച്ചിരിക്കുന്നത്. നിങ്ങളോടൊപ്പം എന്റെ സന്തോഷം പങ്കെടുക്കാൻ എല്ലാ പ്രവർത്തകർക്കും നന്മകളായി
2008 പ്രളയം, അതിനുശേഷം വന്ന കോവിഡ്, ഇതെല്ലാം വന്നപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിനെ നമ്മൾ റോഡ് സേഫ്റ്റി പരിപാടി അല്ലാതെ തന്നെ മറ്റ് സാമൂഹിക പരിപാടികളിൽ കൂടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ആരംഭിച്ചത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള രീതിയിലാണ് ഇന്ന് 3-ാം തീയതി പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ